എമ്പുരാന്റെ ഈ പോക്ക് കണ്ടിട്ട് ഹേറ്റേഴ്സിന് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും അത് പ്രശ്നമാണ്. കാരണം പറയാനൊന്നുമില്ല. അത് തന്നെ പ്രേക്ഷകർ എമ്പുരാനെ സ്വീകരിച്ച വിധം കണ്ട് അവർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അവരുടെ താരങ്ങൾക്ക് ഇതുപോലൊരു റിസപ്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു ഞെട്ടലും കൂടിയുണ്ട്. കൂടാതെ അവരുടെ താരങ്ങളുടെ വമ്പൻ സിനിമകൾ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഇതേ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്നറിയാനുള്ള ആകാംക്ഷയും. എന്നാൽ എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ എമ്പുരാൻ പല റെക്കോർഡുകളും തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ. എന്നാലും ഈ റെക്കോർഡുകളൊക്കെ തീർക്കുന്നത് ആരാണ്? മലയാളികൾ തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. മലയാളികളാണ് ഈ ടിക്കറ്റുകളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്. എന്നാൽ മലയാളികൾക്കിടയിലല്ലോ എമ്പുരാൻ ശരിക്കും എത്തിച്ചേരേണ്ടത്. അന്യഭാഷയിലുള്ള പ്രേക്ഷകരിലേക്കും എത്തിച്ചേരണം എമ്പുരാൻ എന്നത്. അതൊരു വലിയ പോയിന്റ് ആണ്. ഇതേ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് പല പ്രേക്ഷകരും എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതൊരു ഡിസ്കഷൻ തന്നെ നടത്തുകയാണ്. വൈശാഖ് സുദേവൻ പറഞ്ഞ ചില കാര്യങ്ങളും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നായി മാറുന്നു എന്നതും കാണേണ്ടതാണ്. അങ്ങനെയുള്ള പ്രേക്ഷകരിലേക്ക് എത്തിയെങ്കിൽ അതുകൂടെ നമ്മളെ അറിയിക്കണം എന്നത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നു. എമ്പുരാന്റെ പ്രീ സെയിൽസ്, ബുക്ക് മൈ ഷോ ബുക്കിംഗ് ഒക്കെ റെക്കോർഡാണെങ്കിൽ കൂടിയും അതൊരു പാൻ ഇന്ത്യൻ ലെവലിൽ ട്രെൻഡായിട്ടില്ല എന്ന് വേണം പറയാനെന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇപ്പോ ഈ കാണുന്നത് എല്ലാം മലയാളികളുടെ പവറാണ്. നോൺ മലയാളി പ്രേക്ഷകർ ഇല്ല എന്നല്ല, പക്ഷേ ഇത് മലയാളത്തിൽ ഒട്ടുമിക്ക തിയേറ്ററുകളും ടിക്കറ്റ് സംവിധാനം ബുക്ക് മൈ ഷോ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ വഴി ആക്കിയതും മലയാളികൾ കേരളീയരുടെ ടെക്നിക്കൽ ലിറ്ററസി നിലവാരം ഉയർന്നതായതും കാരണമാണ്. ഇന്ന് നീണ്ട ക്യൂ നിന്ന് ടിക്കറ്റ് വാങ്ങാൻ ആളുകൾ തയ്യാറല്ല. എന്തിന് ഒരു സിനിമ അവർക്ക് ഇഷ്ടമുള്ള തിയേറ്ററിൽ ഏറ്റവും മികച്ച ആസ്വാദന നിലവാരം ഉറപ്പുവരുന്ന സീറ്റ് തിരഞ്ഞെടുക്കാനും മലയാളത്തിൽ മറ്റു ഭാഷ പ്രേക്ഷകരെക്കാൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് തിരക്കില്ലെങ്കിൽ കൂടിയും പല ആളുകൾ നേരിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുന്നതിന് പകരം ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ മടിക്കുന്നില്ല. ഓൺലൈൻ ചാർജ് ഉണ്ടായിട്ട് പോലും. എമ്പുരാൻ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ അടക്കം മൊത്തം 5 ഭാഷയിലായാണ് റിലീസ് ആവുന്നത്. ഇതിൽ മലയാളം ഒഴിച്ച് ബാക്കി ഭാഷകളിൽ എത്ര ടിക്കറ്റുകൾ വിറ്റുപോയി എന്നത് അവർ ചോദിക്കുന്നു. അല്ലെങ്കിൽ ബാക്കി ബെൽറ്റുകളിൽ എമ്പുരാൻ എത്രത്തോളം കളക്ഷൻ നേടാനാകും എമ്പുരാനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത് മലയാളം മാത്രം വെച്ചാണ്. പക്ഷേ അങ്ങനെ ഒരു സ്വീകാര്യത എമ്പുരാനെ മറ്റു മാർക്കറ്റുകളിൽ കിട്ടുമോ എന്നത് സംശയമാണെന്നാണ് പുള്ളിയുടെ വാക്കുകൾ. എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എത്രത്തോളം കളക്ഷൻ വരുന്നു, ഓവർസീസ് എത്ര കളക്ഷൻ വരുന്നു എന്നത് ആവും പ്രധാന ഫാക്ടർ. റെസ്റ്റ് ഓഫ് ഇന്ത്യ വരുന്ന കളക്ഷൻ ഒരു 20 കോടിക്ക് മുകളിൽ എങ്കിലും എത്തിയാലായാൽ അത് എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസ് ആവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ പ്രേക്ഷകർക്ക് പറയാൻ മറ്റു ചില കാര്യങ്ങളുണ്ട്. L2E എന്ന് പറയുന്ന എമ്പുരാൻ KGF 2, ബാഹുബലി 2 പോലുള്ള റീച്ച് അല്ല ലക്ഷ്യമിടുന്നത്. മറിച്ച് KGF 1, ബാഹുബലി 1 നേടിയതുപോലുള്ള ഒരു ഓളം ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോഴുള്ള അവരുടെ ലക്ഷ്യം. അത് ക്ലിക്കായാൽ പാൻ ഇന്ത്യൻ ലെവലിൽ L3 വരും എന്നതുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ലൂസിഫർ നിങ്ങൾ കമ്പയർ ചെയ്യേ വേണ്ട. ലൂസിഫർ അങ്ങനെ പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കാൻ പറ്റിയ സിനിമയുമല്ലായിരുന്നു. ലൂസിഫർ കേരളത്തിന്റെ ഒരു തുടക്കമാണ്. എന്നാൽ എമ്പുരാൻ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു റീച്ച് ഉണ്ടാക്കുക എന്നതാണ്. ആ റീച്ച് ഇപ്പോൾ തന്നെ നമ്മൾ നേടിയെടുത്തു എന്നത് കാണാവുന്നതാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും എമ്പുരാന്റെ വരവറിഞ്ഞ് അവിടുത്തെ പ്രേക്ഷകർ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ചിലരൊക്കെ ബോയ്ക്കോട്ട് വരെ പ്രഖ്യാപിച്ചു എന്നത് നമ്മൾ കണ്ടു. അതൊക്കെ ഈ പടം അത്രയ്ക്ക് റീച്ച് ഉണ്ടാക്കി എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ആ ലക്ഷ്യത്തിൽ എത്തിയെന്ന് തന്നെ പറയാം. ഇനിയെല്ലാം പോസിറ്റീവാണ്. ബോളിവുഡിൽ ഒരു ചെറിയ പ്രേക്ഷകരെങ്കിലും എമ്പുരാനെ സ്വീകരിച്ചാൽ പിന്നീട് നമ്മൾ ലക്ഷ്യമിട്ട കാര്യം നേടിയെന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ പ്രേക്ഷകർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പുള്ളിയുടെ വാക്കുകൾ വന്നപ്പോൾ. ഒരു മലയാള പടത്തിന് ഇതുവരെ കിട്ടാത്ത അറ്റൻഷൻ ഇപ്പോൾ എമ്പുരാന് കിട്ടുന്നുണ്ട്. സിനിമ നല്ലതായാൽ അത് നമുക്ക് ഗുണം ചെയ്യും എന്ന് ചില പ്രേക്ഷകർ ഓർമ്മപ്പെടുത്തുന്നും ഉണ്ട്. എന്തായാലും പടം ഇറങ്ങട്ടെ, നമുക്ക് കാണാം. എന്തായാലും മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ വിജയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്നാണ് മറ്റു ചില പ്രേക്ഷകരുടെ വാക്കുകൾ. മഞ്ഞുമൽ ബോയ്സ് അവിടെ 50 കോടിക്ക് മുകളിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പാട്ടും ഗുണാക്കേവും എന്ന അവരുടെ പ്രാദേശിക തമിഴ് വികാരം വെച്ച് മാത്രമാണ്. ആ പാട്ട് പോലും മാറിയാൽ അവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും ചില പ്രേക്ഷകർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിന്റെ സൈഡിൽ ലൂസിഫർ വിജയം ആയില്ലെങ്കിൽ അവർ എമ്പുരാൻ ചിന്തിക്കില്ലായിരുന്നു. ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയായി നിന്നേനെ. പക്ഷേ എമ്പുരാൻ പ്രോപ്പറായി KGF ഒക്കെ പോലെ 3ലേക്ക് കണക്ട് ചെയ്യാൻ തന്നെയാണ് ചെയ്തത്. KGF 1 ഇവിടെ എന്ത് ഇമ്പാക്ട് ആയിരുന്നു ആദ്യം ഉണ്ടാക്കിയത്? വളരെ ലിമിറ്റഡ് സ്ക്രീനും ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷനും ഒന്നുമില്ലായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എമ്പുരാൻ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഹൈ ആണ്. എല്ലാ സർക്കിളിലും അവിടുത്തെ ജയിന്റുകളാണ് എമ്പുരാനെ എത്തിക്കുന്നത്. മഞ്ഞുമൽ വികാരം പോലെ അല്ലാതെ ഡബിൾ ലെവൽ സ്ക്രീൻ എടുക്കുന്നു, വിക്രം പടത്തിന് കട്ടയ്ക്ക് നിൽക്കുന്നു. ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് പ്രേക്ഷകർ പലരും ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എമ്പുരാൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വരും ദിവസങ്ങളിലല്ല. അതുകൂടെ നമ്മൾ ഓർക്കണം. മലയാളികൾ മാത്രമാണോ ഈ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യുന്നത് എന്നുകൂടെ ചിന്തിക്കേണ്ടതുണ്ട്. എമ്പുരാന്റെ റീച്ച് അതുപോലെ വലിയ രീതിയിൽ വ്യാപിച്ചപ്പോൾ എന്നാൽ അന്യഭാഷയിലുള്ള പ്രേക്ഷകർ പോലും ചിന്തിച്ചാണും എന്നാ ഒരു ടിക്കറ്റ് എടുത്ത് കളയാമെന്ന്. മലയാളികളല്ലാത്തവർ എത്ര ടിക്കറ്റ് എടുത്തു എന്നതുകൂടി അറിഞ്ഞാൽ നമുക്കൊരു അനുമാനത്തിൽ എത്താൻ കഴിയും എമ്പുരാൻ എന്ന ചിത്രം ഏത് ലെവലിൽ റീച്ച് ഉണ്ടാക്കിയെന്നത്. അത് നോക്കുമ്പോൾ ഓവർസീസിലാണ് എമ്പുരാൻ ഏറ്റവും വലിയ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ 1.1 മില്യൺ ഡോളറാണ് ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ നോർത്ത് അമേരിക്കയിൽ $510K നേടിയിരിക്കുന്നത്. UK, യൂറോപ്പിൽ $550K, ജർമ്മനിയിൽ $140K മുകളിലുള്ള ഡോളറും, ഓസ്ട്രേലിയയിൽ $165K
ന്യൂസിലാൻഡിൽ $33K, റെസ്റ്റ് ഓഫ് വേൾഡിൽ $60K ഇതുവരെ നേടിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നൽകിയാണ് ട്രേഡ് അനലിസ്റ്റുകൾ. ഏതാണ്ട് ടോട്ടൽ $2.56 മില്യൺ ആണ് ഇതുവരെ നേടിയത്, ഏതാണ്ട് 22 കോടി രൂപ. മുമ്പുണ്ടായിരുന്ന മരക്കാർ എന്ന സിനിമയെക്കാളും 1 മില്യന് മുകളിലാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. എന്തായാലും സംശയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മലയാളത്തിന്റെ ആദ്യ ഡബിൾ ഡിജിറ്റ് ഓപ്പണറായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമ. എമ്പുരാൻ ഇതുവരെ നേടിയിരിക്കുന്നത് 10 കോടിക്ക് മുകളിലാണ്. കേരളത്തിൽ നിന്നും ആദ്യ ഒരു മലയാള ചിത്രം 10 കോടിക്ക് മുകളിൽ നേടുന്ന സിനിമയാകുന്നു എമ്പുരാൻ എന്ന സിനിമ. ഡബിൾ ഡിജിറ്റ് എന്ന ഈ സംഖ്യ ഇനി എത്ര വരെ പോകുമെന്ന് കണ്ടു തന്നെ അറിയാം.